ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ഒന്നാമത്തെ പാഠം. ആ ഒന്നാമത്തെ പാഠത്തിലെ രണ്ടാമത്തെ ഭാഗമാണ്. ആ പാഠത്തിൻ്റെ തുടക്കവും അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ബേസിക് പരമായ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ആ പാഠത്തിൽ പഠിക്കാനുള്ളതെന്നും അതുപോലെ തന്നെ ആ പാഠത്തിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള 8ാം ക്ലാസ് മുതൽ 8, 9, 10 നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 8ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നുണ്ട്. ആ 8ാം ക്ലാസ് മുതലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ കുറിച്ചാണ് നമുക്ക് ഈ പാഠത്തിൽ തുടർന്ന് 10ാം ക്ലാസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തു. ആ ക്ലാസ് കാണാത്തവർക്കാണ് അതിൻ്റെ ആ വീഡിയോ കാണാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദയവായിട്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണും. കാരണം ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം ഈ വീഡിയോ കണ്ടെത്തി ഈ വീഡിയോ മനസ്സിലാവണമെങ്കിൽ മുൻപത്തെ ക്ലാസ് കേൾക്കണം. അതാണ് ആ പാഠത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമുക്ക് നേരങ്ങളെ തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പറഞ്ഞ പോലെ തന്നെ കെമിസ്ട്രിയിലെ ഒന്നാമത്തെ പാഠമായിട്ടുള്ള കെമിക്കൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ പാഠത്തിൻ്റെ പേര് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് പീരിയോഡിക് ടേബിളും അതുപോലെ തന്നെ ഇലക്ട്രോൺ വിന്യാസവും എന്നാണ് പാഠത്തിൻ്റെ പേര്. ആ പാഠത്തിലെ രണ്ടാമത്തെ പാർട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ആ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ നമുക്ക് ബ്രെയിനിലേക്ക് ഒന്ന് റീലോഡ് ചെയ്യാം. ആ റീലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പറഞ്ഞതെന്നൊന്ന് ഓർത്ത് വയ്ക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതാം എന്നാണ് പഠിക്കാൻ പോകുന്നത്. സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതാം എന്നാണ് ഈ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 9ാം ക്ലാസ് വരെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ എങ്ങനെയാണെന്ന്, മെയിൻ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാമെന്ന് ഈ 9ാം ക്ലാസ് വരെ പഠിച്ചു. 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്നത് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം എന്നാണ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ SSLC പരീക്ഷയ്ക്ക് 3 മാർക്കിന് പരീക്ഷയ്ക്ക് എന്തായാലും 40 മാർക്കിന്റെ കെമിസ്ട്രി പരീക്ഷയ്ക്ക് 3 മാർക്കോളം ചോദിക്കുന്ന ചോദ്യമാണ് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ SSLC പരീക്ഷയ്ക്ക് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനായിട്ട് ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഒന്നാമത്തെ പാഠത്തിൽ നിന്ന് തീർച്ചയായും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതെന്തായാലും പരീക്ഷയ്ക്ക് വരും. ഓക്കെ, അപ്പോൾ നമുക്കിനി വിഷയത്തിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഒന്ന് ഓടിച്ചു നോക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഇലക്ട്രോൺ വിന്യാസം എന്താണെന്നാണ്. എന്താണ് ഇലക്ട്രോൺ വിന്യാസം എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ്. ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് ഒരു ആറ്റത്തിനകത്ത് ഇലക്ട്രോണുകൾ ഉണ്ട് എന്ന് നമുക്കറിയാം. ആ ഇലക്ട്രോണുകൾ ഷെല്ലിനകത്തുള്ള സബ് ഷെല്ലിലുണ്ട് എന്ന് നമുക്ക് പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. ആ സബ് ഷെല്ലിനകത്തിരിക്കുന്ന ഇലക്ട്രോണുകളെ ഓരോ സബ് ഷെല്ലിനകത്തും എത്ര ഇലക്ട്രോണുകൾ വീതം ഓരോ ആറ്റത്തിലും ഉണ്ടായിരിക്കുമെന്ന് എഴുതുന്ന പ്രോസസ്സിനെയാണ് ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുക. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം, ആറ്റത്തിനകത്ത് ഇലക്ട്രോണുകളുണ്ട്. ആറ്റത്തിനകത്ത് ഇലക്ട്രോണുകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആറ്റത്തിനകത്തുള്ള ഷെല്ലിനകത്തുള്ള സബ് ഷെല്ലിനകത്തുള്ള ഓർബിറ്റലിനകത്താണ് ഇലക്ട്രോണുകൾ ഇരിക്കുന്നത്. അപ്പോൾ 9ാം ക്ലാസ് വരെ നമ്മൾ പറഞ്ഞത് മെയിൻ ഷെൽ ഇലക്ട്രോൺ വിന്യാസമാണ്. 10ാം ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ മെയിൻ ഷെല്ലിനകത്തെ സബ് ഷെല്ലിലേക്ക് കടക്കുന്നു. മെയിൻ ഷെല്ലിനകത്തെ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതാം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ 9ാം ക്ലാസ് വരെ പഠിച്ചൊരു കാര്യമാണ് സോഡിയം സോഡിയം എന്ന് പറഞ്ഞ മൂലകത്തിന്റെ അറ്റോമിക് നമ്പറാണ് 11. ഒരു എക്സാമ്പിൾ മാത്രം. സോഡിയം എന്ന മൂലകത്തിന്റെ അറ്റോമിക് നമ്പറാണ് 11. അപ്പോൾ നമുക്ക് ഇലക്ട്രോൺ വിന്യാസം എഴുതാനായിട്ട് 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഈ ഇലക്ട്രോൺ വിന്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോണിന്റെ എണ്ണത്തെ ഓരോ ഷെല്ലിലും എത്ര എണ്ണം വീതം എഴുതുന്നുണ്ടതിനെയാണ് ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുക. അപ്പൊ എങ്ങനെയാണ് ഒരു മൂലകത്തിനകത്ത് അല്ലെങ്കിൽ ഒരു എലമെന്റിനകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്ന് എങ്ങനെ അറിയാം? ആ മൂലകത്തിനകത്തുള്ള അറ്റോമിക നമ്പറാണ് അതിന്റെ ഇലക്ട്രോണിന്റെ എണ്ണം. അപ്പൊ ഇവിടെ നോക്കൂ, സോഡിയം എന്ന് പറയുന്ന മൂലകം അല്ലെങ്കിൽ സോഡിയം എന്ന് പറയുന്ന എലമെന്റ്, ആ സോഡിയത്തിന്റെ അറ്റോമിക് നമ്പറാണ് 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഡിയത്തിനകത്ത് 11 ഇലക്ട്രോണുകൾ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ തന്നു കഴിഞ്ഞാൽ ആ ഇലക്ട്രോൺ വിന്യാസം എഴുതണമെങ്കിൽ അതിനകത്ത് ടോട്ടൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് അറിയണം. അപ്പൊ സോഡിയം ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഒരു എലമെന്റ് തന്നു കഴിഞ്ഞാൽ ആ എലമെന്റിനകത്ത് ഇലക്ട്രോൺ വിന്യാസമാണ് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ മൂലകത്തിനകത്ത് എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് അറിയണം. എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് എങ്ങനെയാണ് അറിയാം? ആ മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ നോക്കാം.
ഇവിടെ നോക്കുക, സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ ആണ് 11. ആ 11 എന്ന് പറയുന്നതാണ്, ആ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നതാണ് അതിനകത്തെ ആകെ മൊത്തം ടോട്ടൽ ഇലക്ട്രോണിന്റെ നമ്പർ. പറഞ്ഞത് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ ഒരു മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ആ മൂലകത്തിനകത്തുള്ള ഇലക്ട്രോണിന്റെ എണ്ണമാണ്. ക്ലിയർ ആയി? അപ്പൊ ഇവിടെ നോക്കുക, സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം സോഡിയത്തിനകത്ത് 11 ഇലക്ട്രോണുകൾ ഉണ്ട്. ഇനി നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്? ഇതിന്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതാം? നമ്മൾ എങ്ങനെ എഴുതാറുണ്ട്? 2, 8, 1 ഇങ്ങനെയാണ് എഴുതാറ്. ഇത് മെയിൻ ഷെൽ ഇലക്ട്രോൺ വിന്യാസമാണ്. 2, 8, 1 2, 8, 1 മൊത്തം 11 ഇലക്ട്രോൺ ഉണ്ട്. ആ 11 ഇലക്ട്രോണില് 11 ഇലക്ട്രോൺ എങ്ങനെയാണ് ഓരോ ഷെല്ലിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്? മെയിൻ ഷെല്ലുകളാണ്. ആദ്യത്തെ ഷെല്ല് K, രണ്ടാമത്തെ ഷെല്ല് L, മൂന്നാമത്തെ ഷെല്ല് M. ഇത് മെയിൻ ഷെല്ലുകളാണ്, മെയിൻ എനർജി ലെവലുകളാണ്. K എന്ന് പറഞ്ഞ ഷെല്ലിനകത്ത് 2 ഇലക്ട്രോൺ ഉണ്ട്. L എന്ന് പറഞ്ഞ ഷെല്ലിനകത്ത് 8 ഇലക്ട്രോൺ ഉണ്ട്. M എന്ന് പറഞ്ഞ ഷെല്ലിനകത്ത് 1 ഇലക്ട്രോൺ ഉണ്ട്. മൊത്തം 2, 8, 10, 11. അപ്പൊ മൊത്തം ടോട്ടൽ ഇലക്ട്രോണിന്റെ എണ്ണം 11. ഇത് മെയിൻ ഷെൽ ഇലക്ട്രോൺ വിന്യാസമാണ്. മെയിൻ ഷെല്ലുകളാണ് K, L, M. ഇതാണ് നമ്മൾ 9ാം ക്ലാസ് വരെ പഠിച്ച കാര്യം. ഇപ്പൊ നിയോൺ എടുക്കുകയാണെങ്കിൽ നിയോണിന്റെ അറ്റോമിക് നമ്പർ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയോണിനകത്ത് ടോട്ടൽ 10 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ അതിന്റെ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ ഇങ്ങനെ എഴുതും 2,8. ഈ K എന്ന് പറയുന്ന ഷെല്ലിനകത്ത് 2 ഇലക്ട്രോണേ കൊള്ളുള്ളൂ, മാക്സിമം അത്രേ കൊള്ളുള്ളൂ. L-നകത്ത് 8 ഇലക്ട്രോൺ കൊള്ളും, 2, 8, 10 ആയി. അപ്പോ നിയോൺ എന്ന് പറയുന്ന മൂലകത്തിന്റെ, നിയോൺ എന്ന് പറയുന്ന എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് 2,8. ദിസ് ഈസ് മെയിൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. മെയിൻ ഷെല്ലിലുള്ള ഇലക്ട്രോൺ, മെയിൻ ഷെല്ലുകളാണ് ഇതൊക്കെ K, L, M, N, O, P അങ്ങനെ പോകും. അപ്പൊ ഇതാണ് നമ്മൾ 9th സ്റ്റാൻഡേർഡ് വരെ പഠിച്ചത്. ഇനി അടുത്ത സ്റ്റാൻഡേർഡിൽ നമ്മൾ ഒന്നും കൂടെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഈ പറഞ്ഞ മെയിൻ ഷെല്ലുകളായിട്ടുള്ള ആരൊക്കെ? K, L, M, N ഇങ്ങനെ തുടർന്ന് പോകുന്ന മെയിൻ ഷെല്ലുകളുടെ അകത്ത് സബ് ഷെല്ലുകളുണ്ട്. അത് ഓരോ ഷെല്ലിനകത്തും സബ് ഷെല്ലുകൾ എത്ര പേരുണ്ടെന്ന് പറഞ്ഞു? K എന്ന് പറയുന്ന ഷെല്ലിനകത്ത് ഒരു സബ് ഷെല്ലാണുള്ളത്. K എന്ന് പറയുന്ന ഷെല്ലിനകത്തെ സബ് ഷെല്ലാണ് S. K എന്ന് പറയുന്ന ഷെല്ലിനകത്തെ സബ് ഷെല്ലാണ് S. L എന്ന് പറയുന്ന ഷെല്ലിനകത്ത് 2 സബ് ഷെല്ലുണ്ട്, ഒന്ന് S പിന്നൊന്ന് P. M-നകത്ത് 3 സബ് ഷെല്ലുണ്ട്, S, P, D. N-നകത്ത് 4 സബ് ഷെല്ലുണ്ട്, S, P, D, F. ഇത്രയാണ് സബ് ഷെല്ലുകളുടെ എണ്ണം. ഓരോ മെയിൻ ഷെല്ലുകൾ, ഇത് ഒന്നാമത്തെ മെയിൻ ഷെല്ലാണ്, ഇത് രണ്ടാമത്തെ മെയിൻ ഷെല്ലാണ്, ഇത് മൂന്നാമത്തെ മെയിൻ ഷെല്ലാണ്, ഇത് നാലാമത്തെ മെയിൻ ഷെല്ലാണ്. അപ്പൊ ഒന്നാമത്തെ മെയിൻ ഷെല്ലിനകത്ത് S ഒരെണ്ണേ ഉള്ളൂ. എന്താ കാരണം ഉണ്ടാവുന്നത്? കാരണം Kക്ക് അകത്ത് ആകെ 2 ഇലക്ട്രോണേ കൊള്ളുള്ളൂ. അപ്പൊ കൂടുതൽ സബ് ഷെൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇലക്ട്രോൺ കൊള്ളുന്നത്. ഇനി നോക്കുക, L-നകത്ത് 8 ഇലക്ട്രോൺ കൊള്ളും. അതുകൊണ്ട് തന്നെ Kയേക്കാൾ കൂടുതൽ ഇലക്ട്രോൺ L-നകത്ത് കൊള്ളും. അതിനകത്ത് 2 സബ് ഷെൽ ഉണ്ട്, S, B. അതിനേക്കാൾ കൂടുതൽ M-നകത്ത് കൊള്ളും, അതിനേക്കാൾ കൂടുതൽ N-നകത്ത് കൊള്ളും. ഞങ്ങൾ പോകും താഴത്തേക്ക് O, P, Q എന്ന് പറഞ്ഞിട്ട് പോകും. നമ്മൾ അത്രയ്ക്കൊന്നും അതിൽ വലിയ കൂടുതൽ നമ്മൾക്ക് പോകില്ല. ഇവിടെ നോക്കുക, മെയിൻ ആയിട്ട് അപ്പൊ മൊത്തം ടോട്ടൽ 4 എനർജി സബ് ഷെല്ലുകളാണുള്ളത്, S, P, D, F. ഇനി നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യം, ഈ പറഞ്ഞ S, P, D, F എന്ന് പറഞ്ഞ സബ് ഷെല്ലിൽ ഓരോ ഷെല്ലിനകത്തും എത്ര ഇലക്ട്രോൺ വീതം കൊള്ളും എന്ന് നമ്മൾ ഈ പറഞ്ഞ സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മുഖേന എഴുതി തെളിയിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ നിങ്ങൾ എഴുതിയിട്ടുള്ളത് മെയിൻ ഷെൽ ഇലക്ട്രോൺ വിന്യാസമാണ്. അപ്പൊ 10ാം ക്ലാസ്സിൽ ചോദിക്കുന്നത് ഈ പറഞ്ഞ 2, 8, 1 അല്ലെങ്കിൽ 2, 8, 1 എന്ന് പറഞ്ഞ പോലെ ഇലക്ട്രോൺ വിന്യാസം എഴുതാനല്ല. ഇത് മെയിൻ ഷെല്ലിന്റെ ഉള്ളിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. നിങ്ങൾക്ക് ഇവിടെ 10ൽ പഠിക്കാനുള്ളത് സബ് ഷെല്ലിനകത്ത് ഓരോ ഷെല്ലിനകത്തും. ഇവിടെ നോക്കുക, ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമാണ്. ഓരോ സബ് ഷെല്ലിനകത്തും എത്ര ഇലക്ട്രോൺ വീതം ഉണ്ടെന്നാണ് ചോദിക്കുക. അപ്പൊ ഇതിന്റെ ഇലക്ട്രോൺ വിന്യാസമാണ് എഴുതുന്നത്. അപ്പൊ മനസ്സിലാക്കി വെക്കുക, ഒന്നാമത്തെ ഷെല്ലിനകത്ത് ഒരേ ഒരു സബ് ഷെല്ലേ ഉള്ളൂ, ഏതാ? S. രണ്ടാമത്തെ ഷെല്ലിനകത്ത് 2 സബ് ഷെല്ലുണ്ട്, S ഉണ്ട്, P ഉണ്ട്. മൂന്നാമത്തെ അകത്ത് 3 സബ് ഷെല്ലുണ്ട്, S ഉണ്ട്, P ഉണ്ട്, D ഉണ്ട്. നാലാമത്തെ മെയിൻ ഷെല്ലിനകത്ത് 4 സബ് ഷെല്ലുകളുണ്ട്, S ഉണ്ട്, P ഉണ്ട്, D ഉണ്ട്, F ഉണ്ട്. ഇത്രയും കാര്യം വ്യക്തമായി. അപ്പൊ ഇനി ഇവിടെ നോക്കൂ, ഈ പറഞ്ഞ എല്ലാ മെയിൻ ഷെല്ലിനകത്തും S ഉണ്ട്. അപ്പൊ നമ്മളൊരു സബ് ഷെല്ല് ചോദിക്കുകയാണെങ്കിൽ വെറുതെ S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് ഷെല്ലിനകത്തെ സബ് ഷെല്ലാന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 4 മെയിൻ ഷെല്ലിനകത്തും S എന്ന് പറഞ്ഞ സബ് ഷെൽ ഉണ്ട്. നമ്മൾ വെറുതെ ഒരു സബ് ഷെല്ലിന്റെ പേരായിട്ട് വെറുതെ S എന്ന് എഴുതി കഴിഞ്ഞാൽ ആ S എന്ന് പറഞ്ഞ സബ് ഷെല്ല് ഏത് മെയിൻ ഷെല്ലിന്റെ ഉള്ളിലുള്ളതാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. കാരണം 4 S ഉണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തേലും മൂന്നാമത്തേലും നാലാമത്തേലും P ഉണ്ട്.
അപ്പൊ വെറുതെ പി എന്ന് പറയുന്ന സബ്ഷെൽ എഴുതി കഴിഞ്ഞാൽ ആ പി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ ഏത് മെയിൻ ഷെല്ലിന്റെ അകത്തെയാന്ന് അറിഞ്ഞൂടാ. അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ സബ്ഷെല്ല് എഴുതുമ്പോൾ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ നമ്പർ കൊടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കെ എന്ന് പറയുന്ന ഷെല്ലിനകത്തെ, കെ എന്ന് പറയുന്ന മെയിൻ ഷെല്ലിനകത്തെ സബ്ഷെല്ല് എന്ന് പറയുന്നത് എസ് ആണ്. അത് കെക്ക് അകത്താണ് എന്ന് തിരിച്ചറിയാനായിട്ട് എസിന്റെ ലെഫ്റ്റിൽ 1 എന്ന് കൊടുത്തു. 1s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ മെയിൻ ഷെല്ലിനകത്തെ സബ്ഷെല്ലായ എസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലിനകത്തെ സബ്ഷെല്ലുകളായ എസിനും പിക്കും എങ്ങനെ നമ്പർ കൊടുക്കുക? എൽ എത്രാമത്തെയാണ്? രണ്ടാമത്തെ മെയിൻ ഷെല്ലാണ്. അപ്പൊ ഈ രണ്ടാമത്തെ മെയിൻ ഷെല്ലായ എല്ലിനകത്ത് 2 സബ്ഷെല്ലുണ്ട്. അതിന് നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? 2s. അതുപോലെ തന്നെ 2p. ഇനി എമ്മിനകത്ത്, എം മൂന്നാമത്തെ ആയതുകൊണ്ട് എമ്മിനകത്ത് മെയിൻ സബ്ഷെല്ലുകളെ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? എം മൂന്നാമത്തെയാണ്. അപ്പൊ എങ്ങനെ എഴുതാം? 3s, 3p, 3d. മനസ്സിലായി? അതുപോലെ തന്നെ നാലാമത്തെ എടുക്കാം. നാലാമത്തെ എന്നിനകത്ത് എന്ത് വരും? 4s, 4p, 4d, 4f. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ സബ്ഷെല്ലുകളെ ഡിനോട്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, 1s എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാമത്തെ മെയിൻ ഷെല്ലിനകത്തെ എസ് എന്ന് പറഞ്ഞ സബ്ഷെല്ല്. 2s എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാമത്തെ മെയിൻ ഷെല്ലിനകത്തെ എസ് എന്ന് പറഞ്ഞ സബ്ഷെല്ല്. 3s എന്ന് പറഞ്ഞാൽ എന്താണ്? മൂന്നാമത്തെ മെയിൻ ഷെല്ലിനകത്തെ എസ് എന്ന് പറഞ്ഞ സബ്ഷെല്ല്. അപ്പൊ എസ് എന്ന് പറയുന്ന സബ്ഷെല്ല് എല്ലാ മെയിൻ ഷെല്ലിനകത്തും ഉണ്ട്. അത് ഓരോന്നും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ലെഫ്റ്റ് സൈഡിൽ നമ്പർ കൊടുക്കുക. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കും, ഞാനൊരു സബ്ഷെല്ലിന്റെ പേര് എഴുതുകയാണ്, 6x എന്ന് എഴുതുകയാണ്, 6s എന്ന് എഴുതുകയാണ്. അതിനർത്ഥം എന്തായിരിക്കും? ആറാമത്തെ മെയിൻ ഷെല്ലിനകത്ത് എസ് എന്ന് പറഞ്ഞ സബ്ഷെല്ല്. പറഞ്ഞു മനസ്സിലായോ? ഇനി ഞാനിവിടെ 1p എന്ന് എഴുതുന്നു, 1p എന്ന് എഴുതുന്നു. ഇത് ശരിയാണോ തെറ്റാണോ? തീർച്ചയായിട്ടും തെറ്റാണ്. കാരണം എന്താ? 1p എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 എന്ന് പറയുന്നത് എന്താണ്? ഒന്നാമത്തെ മെയിൻ ഷെല്ലാണ് സൂചിപ്പിക്കുന്നത്. p എന്ന് പറഞ്ഞ സബ്ഷെല്ലോട് നോക്കുക. ഒന്നാമത്തെ മെയിൻ ഷെല്ലായിട്ടുള്ള കേക്കകത്ത് p എന്ന് പറഞ്ഞ സബ്ഷെല്ല് ഇല്ല. ഒന്നാമത്തെ ഷെല്ലിനകത്ത് ആകെ ഒരു സബ്ഷെല്ല് ഉള്ളൂ, അത് എസ് ആണ്. ഒന്നാമത്തിൽ എന്തുകൊണ്ട് p ഇല്ല? കാരണം കെ എന്ന് പറയുന്ന ഷെല്ലിനകത്ത് ഓൺലി 2 ഇലക്ട്രോൺ ഓക്യുപ്പൈ ചെയ്യുള്ളൂ. 2 ഇലക്ട്രോണെ കേക്കകത്ത് കൊള്ളുള്ളൂ. പിന്നെ എങ്ങനെ p എന്ന് പറഞ്ഞ സബ്ഷെല്ല് അവിടെ ഉണ്ടാവും? അത് മനസ്സിലായോ? അപ്പൊ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അപ്പൊ അതൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വീണ്ടും പറഞ്ഞത്. ഇതിനെ കുറിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് ഈ ഓരോന്നിലും വന്നതെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീണ്ടും പറയുന്നു, ആ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അതൊന്ന് കാണണം, അത് പഠിക്കണം. അത് പഠിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. ഇനി നമുക്ക് അറിയേണ്ട കാര്യം, അപ്പൊ നമ്മൾ സബ്ഷെല്ലുകൾ എഴുതി 1s, 2s, 2p. അപ്പൊ ഓരോന്ന് എഴുതുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. ഈ ലെഫ്റ്റ് സൈഡിലുള്ള നമ്പർ അതിന്റെ മെയിൻ ഷെല്ലിനെയാണ്. 3s, 3p, 3d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 എന്ന് പറയുന്നത് മൂന്നാമത്തെ മെയിൻ ഷെല്ലിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിനകത്ത് d എന്ന് പറഞ്ഞ സബ്ഷെല്ലാണ്. ഇനി നമുക്ക് അറിയാവുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഓരോ ഷെല്ലിനകത്തും എത്രത്തോളം ഇലക്ട്രോണുകൾ കൊള്ളുമെന്ന് അറിയാം. എസിനകത്ത് മാക്സിമം കൊള്ളുന്നത് 2 ഇലക്ട്രോൺ ആണ്. അതിൽ കൂടുതൽ ഇലക്ട്രോൺ എസിനുള്ളിൽ കൊള്ളില്ല. ഈ പറഞ്ഞ എസിനകത്തും 2 കൊള്ളും. പിക്കകത്ത് മാക്സിമം കൊള്ളുന്നത് എത്രയാണ്? 6 ആണ്. 6 ഇലക്ട്രോൺ ആണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇലക്ട്രോണുകളുടെ എണ്ണത്തെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന സമയത്ത് ഇലക്ട്രോണുകളുടെ നമ്പർ ഓഫ് ഇലക്ട്രോണിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് ഇതിന്റെ മുകളിലായിട്ടാണ് എഴുതുക. ഓരോ മെയിൻ ഷെല്ലിനകത്തും ഉൾക്കൊള്ളുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം, ഓരോ മെയിൻ ഷെല്ലിനകത്തും അതിനകത്തുള്ള സബ്ഷെല്ലില് ഓരോ സബ്ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണത്തെ നമ്മൾ ആ സബ്ഷെല്ലിന്റെ മുകളിലായിട്ട് എഴുതും. അപ്പോൾ ഇവിടെ നോക്കൂ, എസിന്റെ മുകളിൽ 2 എഴുതിയതിന്റെ അർത്ഥം എന്താ? എസിന്റെ ഉള്ളിൽ 2 ഇലക്ട്രോൺ എന്നാ. ഈ 3 എന്താ? 3 എന്ന് പറയുന്നത് മെയിൻ ഷെല്ലാണ്. മൂന്നാമത്തെ മെയിൻ ഷെല്ലിലെ എസ് എന്ന് പറഞ്ഞ സബ്ഷെല്ല്, ആ സബ്ഷെല്ലിനകത്ത് 2 ഇലക്ട്രോൺ ഉണ്ട്. അതാണ് അതിന്റെ അർത്ഥം. ഇനി 3p 6 എന്ന് എഴുതും. 6 എന്ന് പറയാനുള്ള കാരണം 6 പിക്ക് അകത്ത് മാക്സിമം കൊള്ളാവുന്നത് 6 ഇലക്ട്രോൺ ആണ്. അപ്പൊ 3p 6 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മൂന്നാമത്തെ മെയിൻ ഷെല്ലിനകത്ത് p എന്ന് പറഞ്ഞ സബ്ഷെല്ലില് 6 ഇലക്ട്രോൺ കൊള്ളും. ഇനി നമ്മൾ പറഞ്ഞു ഡിക്ക് അകത്ത് മാക്സിമം 10 ഇലക്ട്രോൺ കൊള്ളും. ഡിക്ക് അകത്ത് മാക്സിമം 10 ഇലക്ട്രോൺ കൊള്ളും. ഇതിന്റെ ഓരോന്നിന്റെ കണക്ക് എത്രത്തോളം മാക്സിമം കൊള്ളും എന്നത് എങ്ങനെയാണ് നമ്മൾ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അത് നോക്കാം. ഇവിടെ നോക്കാം. അതുപോലെ തന്നെ എനിക്ക് ഇവിടെ എഴുതാം 4s2, 4p6, 4d10. എഫിനകത്ത് മാക്സിമം 14 ഇലക്ട്രോൺസ് ആണ് ഉൾക്കൊള്ളുന്നത്. ഇത്രയും കാര്യം വ്യക്തമായി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോവാം. ശ്രദ്ധിക്കുക, ഓരോ സബ്ഷെല്ലിനകത്തും എസ് എന്ന് പറഞ്ഞ സബ്ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോൺ കൊള്ളും. പിക്കകത്ത് മാക്സിമം 6 ഇലക്ട്രോൺ കൊള്ളും. ഡിക്കകത്ത് മാക്സിമം 10 ഇലക്ട്രോൺ കൊള്ളും.
എഫിനകത്ത് മാക്സിമം 14 ഇലക്ട്രോണുകളും. ഇത് അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യം അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇലക്ട്രോൺ വിന്യാസം, ഏത് ഇലക്ട്രോൺ വിന്യാസം, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ഇവിടെ പഠിക്കുന്നത് നമുക്ക് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതണം. ഒരു എലമെന്റ് തന്നു കഴിഞ്ഞാൽ, ഒരു മൂലകം തന്നു കഴിഞ്ഞാൽ ആ മൂലകത്തിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പഠിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മൂലകത്തിന്റെ സബ്ഷെല്ലിനകത്ത് എത്ര ഇലക്ട്രോൺ വീതമുണ്ടെന്ന് എഴുതാനായിട്ട് പഠിക്കണം. അങ്ങനെ പഠിക്കണമെങ്കിൽ ഓരോ സബ്ഷെല്ലിനകത്തും എത്ര ഇലക്ട്രോൺ കൊള്ളുന്ന അറിയണം. ഇത് പഠിച്ചു വെക്കുക. എസിനകത്ത് മാക്സിമം കൊള്ളുന്നത് 2 ഇലക്ട്രോൺ ആണ്. പിക്കകത്ത് മാക്സിമം 6, ഡിക്ക് 10, എഫിന് 14. പിന്നെ ഓരോ മെയിൻ ഷെല്ലിനകത്താണ് സബ്ഷെൽ എന്ന് പറഞ്ഞു. ആ സബ്ഷെല്ലുകളാണ് 1s, 2s, 2p. ഇതൊക്കെ എന്താന്ന് പറഞ്ഞതാണ്. 2s, 2p, 2 സൂചിപ്പിക്കുന്നത് എല്ലിനെയാണ്. 3s, 3p, 3d, 4s, 4p, 4d, 4f. ഇത്രയും കാര്യം ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പോവാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതാൻ നോക്കാം. ഓക്കെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. അതിനുശേഷം നമുക്ക് ഇലക്ട്രോൺ വിന്യാസം എഴുതാം. ഇനി ശ്രദ്ധിക്കുക, നമ്മളോട് പറയാണ് ഒന്നാമത്തെ എലമെന്റ് തൊട്ട് തുടങ്ങാം. ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ പ്രതീകം ഇൻഡിക്കേറ്റർ H. നമ്മൾ ഹൈഡ്രജന്റെ അറ്റോമിക നമ്പർ ഇവിടെ എഴുതി 1. ഹൈഡ്രജൻ എന്ന് പറയുന്ന മൂലകത്തിന്റെ, ഹൈഡ്രജൻ എന്ന് പറയുന്ന എലമെന്റിന്റെ അറ്റോമിക് നമ്പർ ആണ് 1. അതിനർത്ഥം എന്താണ്? ഹൈഡ്രജനകത്ത് 1 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ഈ 1 ഇലക്ട്രോൺ നമുക്ക് ഇലക്ട്രോൺ വിന്യാസമായിട്ട് എഴുതാൻ പറഞ്ഞാൽ, നമ്മൾ 9ൽ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ വളരെ സുഖമാണ്. വെറുതെ 1 എന്ന് എഴുതിയാൽ മതി. ഹൈഡ്രജന്റെ അകത്ത് 1 ഇലക്ട്രോൺ ഉണ്ട്. ഇവിടെ നമ്മൾ മെയിൻ ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുകയാണ്. മെയിൻ ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ 1. ഇനി ഞാനിപ്പുറത്ത്, നിങ്ങളിത് 9ാം ക്ലാസ്സിൽ പഠിച്ചാണ്, പഠിക്കാൻ എളുപ്പത്തിൽ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ചെയ്തതാണ്. ഇനി നമ്മൾ 10ൽ പഠിക്കുന്നത് സബ്ഷെല്ലാണ്. മെയിൻ ഷെൽ ഇലക്ട്രോൺ വിന്യാസം K എന്ന് പറയുന്ന ഷെല്ലില് 1 എന്ന് പറയുന്ന ഒറ്റ ഇലക്ട്രോൺ ഉണ്ടാവും. ഇനി നമ്മൾ സബ്ഷെല്ലിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? അതാണ് നമ്മുടെ അടുത്ത ചോദ്യം. അപ്പൊ ഇവിടെ നോക്കുക, ഇത് മെയിൻ ഷെൽ ഇലക്ട്രോൺ വിന്യാസമാണ് 1. സബ്ഷെൽ എന്ന് പറയുന്നത് ഏതാ? S ആണ്. ഇത് K എന്ന് പറയുന്ന മെയിൻ ഷെല്ലിനകത്താണ്. ഈ 1 എന്ന് പറയുന്ന ഇലക്ട്രോൺ ഉള്ളത്. ഇനി ഇത് സബ്ഷെല്ലിലേക്ക് പോകുമ്പോൾ എങ്ങനെയാവും? Kക്ക് അകത്തുള്ള സബ്ഷെൽ ഏതാ? S ആണ്. Kക്ക് അകത്തുള്ള സബ്ഷെൽ S ആണ്. ഏത് S? 1s. 1s എന്ന് പറയാനുള്ള കാരണം K എന്ന് പറയുന്നത് ഒന്നാമത്തെ മെയിൻ ഷെല്ലാണ്. അപ്പൊ K എന്ന് പറയുന്ന ഒന്നാമത്തെ മെയിൻ ഷെല്ലിനകത്തെ സബ്ഷെല്ലാണ് 1s. അതില് ഈ പറഞ്ഞ 1 ഇലക്ട്രോൺ ഇരിക്കുന്നത് ഈ 1sന്റെ ഉള്ളിലാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഈ 1s ഇലക്ട്രോണിന്റെ എണ്ണം നമ്മൾ മുകളിൽ എഴുതി 1s 1. ഇതാണ് ഹൈഡ്രജന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. ഹൈഡ്രജന്റെ മെയിൻ ഷെൽ ഇലക്ട്രോൺ വിന്യാസം 1 ആണ്. ഹൈഡ്രജന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 1s1 ആണ്. 1s1 എന്ന് വെച്ച് കഴിഞ്ഞാൽ Kക്കകത്തുള്ള മെയിൻ ഷെല്ലായിട്ടുള്ള Kക്കകത്തുള്ള സബ്ഷെല്ലിനകത്ത് 1 ഇലക്ട്രോൺ. ഇത്രയും കാര്യം ഓക്കെ. ഇനി നമ്മൾ അടുത്തത് എഴുതി നോക്കാം. അടുത്ത എലമെന്റ് ഹീലിയം. ഹീലിയം എന്ന് പറയുന്ന മൂലകത്തിന്റെ എലമെന്റിന്റെ അറ്റോമിക് നമ്പർ 2 ആണ്. അതിനർത്ഥം ഹീലിയത്തിന്റെ അകത്ത് 2 ഇലക്ട്രോൺ ആണ്. ടോട്ടൽ ഇലക്ട്രോൺ 2 ആണ്. അപ്പൊ ഹീലിയത്തിന്റെ മെയിൻ ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്താ വരിക? 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ 2 ഇലക്ട്രോൺ K എന്ന് പറയുന്ന ഇലക്ട്രോണിനകത്തുണ്ട്. K എന്ന് പറയുന്ന മെയിൻ ഷെല്ലിനകത്തുണ്ട് 2. ശരി. ഇനി ഇത് സബ്ഷെല്ലിലേക്ക് മാറ്റുമ്പോൾ എന്ത് വരും? ഈ Kക്കകത്ത് ഒന്നാമത്തെ മെയിൻ ഷെല്ലായ Kക്കകത്തുള്ള സബ്ഷെല്ലാണ് 1s. അതിനകത്താണ് ഈ 2 ഇലക്ട്രോൺ ഉള്ളത്. ആ ഇലക്ട്രോണിന്റെ എണ്ണം നമ്മൾ മുകളിലാണ് എഴുതുക 1s2. ഇതാണ് ഹീലിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം. ഏത് ഇലക്ട്രോൺ വിന്യാസം? സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. K മെയിൻ ഷെല്ലാണ്. ആ Kക്കകത്ത് 2 നമ്മൾ മുകളിൽ പഠിച്ചത്. വെറുതെ 2 എഴുതിയാൽ മതി. ഈ 2 എഴുതിയാൽ മതി. അടുത്ത എന്ത് ചെയ്തു? സബ്ഷെല്ലിൽ വരുമ്പോൾ എന്ത് ചെയ്യണം? സബ്ഷെല്ലിന്റെ പേര് എഴുതണം 1s2. 1s എന്ന് വെച്ചാൽ Kക്കകത്തുള്ള S-നകത്ത് 2. ശരി. അടുത്തത് ലിഥിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസമാണ് 3. ലിഥിയത്തിന്റെ അറ്റോമിക് നമ്പർ ആണ് 3. അതിനകത്ത് എന്താ? ലിഥിയത്തിനകത്ത് ടോട്ടൽ 3 ഇലക്ട്രോൺ ഉണ്ട്. അതെങ്ങനെയാണ് ഇലക്ട്രോൺ വിന്യാസം എഴുതുക? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് 2,1 2,1. Kക്കകത്ത് ഇവിടെ നോക്കുക, Kക്കകത്ത് 2 ഇലക്ട്രോണേ കൊള്ളുള്ളൂ മാക്സിമം. ഇവിടെ ടോട്ടൽ എത്ര ഉണ്ട്? 3 ഇലക്ട്രോൺ ടോട്ടൽ ഉണ്ട്.
ആ 3 ഇലക്ട്രോൺ ടോട്ടൽ 3 ഇലക്ട്രോൺ ഉണ്ട്. ആ ടോട്ടൽ 3 ഇലക്ട്രോണില് 2 ഇലക്ട്രോൺ കേക്കെടുത്ത് പോയി. അതിന് മാക്സിമം നിറഞ്ഞു. ഞാൻ ഒരു സ്ഥലം ഇരിക്കാൻ സീറ്റില്ലാത്തത് എന്ത് ചെയ്തു? ഈ പറഞ്ഞ ബാക്കിയുള്ള 3-ൽ 2 കേക്കുള്ളിൽ കയറിയിരുന്നു. ഈ ബാക്കി സീറ്റില്ലാത്തത് അപ്പുറത്തേക്ക് പോയി. ഇത് എൽ എന്ന് പറഞ്ഞ മെയിൻ ഷെല്ലിൽ ഒരെണ്ണം കയറി. ഇതാണ് ലിഥിയം എന്ന് പറഞ്ഞ എലമെന്റിന്റെ മെയിൻ ഷെൽ ഇലക്ട്രോൺ വിന്യാസമാണ് 2,1. ഇത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇതിനെ നമ്മൾ സബ് ഷെല്ലിലേക്ക് കൊണ്ടുപോകുന്ന എങ്ങനെ എഴുതുക? കേക്കകത്ത് 2 കാണിക്കണം. ഇവിടെ നമ്മൾ കാണിക്കും 1s2. ഇതാണ് സബ് ഷെല്ല്. കേക്കകത്തുള്ള സബ് ഷെല്ലാണ് എസ്. അത് ഒന്നാമത്തെയാണ് കെ എന്ന് കാണിക്കുന്നത് 1s2. ഇനി ബാക്കിയുള്ള ഒരെണ്ണം എവിടെയെന്ന് പറഞ്ഞാണ് എൽ എന്ന് പറഞ്ഞിട്ടുള്ള മെയിൻ ഷെല്ലിനകത്തേക്ക് പോയാണ്. അതിന്റെ അകത്തെ സബ് ഷെൽ ഏതാ? 2s. എല്ലിനകത്തെ സബ് ഷെല്ലാണ് 2s. അതിലെ ഒരെണ്ണം 2s1. മൊത്തം എത്ര? ഈ മുകളിൽ എഴുതുന്നതാണ് ഇലക്ട്രോണിന്റെ എണ്ണം. 2 + 1 3. കിട്ടിയോ? നാലാമത്തെ എഴുതി നോക്കാം. നാലാമത്തെ ബെർലിയം എന്ന് പറഞ്ഞ എലമെന്റിന്റെ അറ്റോമിക് നമ്പർ ആണ് 4. അതിനകത്ത് അതിന് 4 ഇലക്ട്രോൺ ഉണ്ട്. അതിന്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതാം? 2,2. ഇതാണ് മെയിൻ ഇലക്ട്രോൺ വിന്യാസം. നമ്മൾ 10 പഠിക്കുന്ന ഇപ്പുറത്തെ സൈഡ് മാത്രമാണ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പുറത്തേക്ക് വരുമ്പോൾ എന്ത് വരും? 1s2. കേക്കകത്ത് 2 അത് കഴിഞ്ഞു. അടുത്തത് എല്ലിനകത്ത് 2 അപ്പൊ എന്ത് വരും? 2s2. 2s2 2 + 2 4. അടുത്തത് ബോറോണിന്റെ 5. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? 2,3. ഇതാണ് ബോറോണിന്റെ ഇലക്ട്രോൺ വിന്യാസം 2,3. ഇതിനെ സബ്ഷെല്ലിലേക്ക് ആക്കുമ്പോൾ എന്ത് വരും? 2 ഇത് കേക്കകത്താണ്. അപ്പൊ എന്ത് എഴുതും? 1s2. ഇനി എല്ലിലെ 3 ഉണ്ട്. എല്ലിലെ ഏതൊക്കെ സബ്ഷെല്ലുണ്ട്? 2s ഉണ്ട്. 2sല് മാക്സിമം, എസ്സില് മാക്സിമം എത്രയും കൊള്ളുള്ളൂ? 2 കൊള്ളുള്ളൂ. എസ്സില് മാക്സിമം 2 കൊള്ളുള്ളൂ. എസ്സില് 3 എഴുതാൻ പറ്റില്ല. കാരണം എസ്സില് മാക്സിമം 2 കൊള്ളുള്ളൂ. ബാക്കി ഒരെണ്ണം കൂടി ഉണ്ട്. അതെന്തിലേക്ക് പോവും? 2s 2p1. 2p1 ഇങ്ങനെ എഴുതാനുള്ള കാരണം എന്താ? ഇവിടെ നോക്കുക. കേക്കകത്ത് 2 ഇലക്ട്രോൺ കൊണ്ടു. എൽ എന്ന് പറഞ്ഞ മെയിൻ ഷെല്ലിനകത്ത് 3 ഇലക്ട്രോൺ കൊണ്ടു. നമ്മൾ എഴുതുന്നത് എന്താ? സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസമാണ്. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ കേക്കകത്തുള്ള ഈ 1 സൂചിപ്പിക്കുന്നത് കേക്കകത്ത് എസ് എന്ന് പറഞ്ഞ സബ്ഷെല്ലിനകത്ത് 2 എഴുതി. അത് കഴിഞ്ഞു. 1s2 എഴുതി. അടുത്തത് നോക്കുക. അടുത്തേക്ക് പോകുമ്പോൾ എല്ലിനകത്ത്, എൽ എന്ന് പറഞ്ഞ മെയിൻ ഷെല്ലിനകത്ത് നമ്മൾ മുമ്പ് എഴുതി വെച്ചാണ്. എല്ലിനകത്ത് 2 സബ്ഷെല്ലുണ്ട്. എസ് ഉണ്ട്, പി ഉണ്ട്. എസ്സിലെ എസ് എന്ന് പറഞ്ഞ സബ്ഷെല്ലിൽ മാക്സിമം 2 കൊള്ളുള്ളൂ. അപ്പൊ എന്ത് എഴുതി? 2s2. ഇനി ഒരെണ്ണം ബാക്കിയുണ്ട്. ആ ഒരെണ്ണം നമ്മൾ എവിടെ കൊടുത്തു? പി എന്ന് പറഞ്ഞ സബ്ഷെല്ലിൽ കൊടുത്തു. പി എന്ന് പറഞ്ഞ സബ്ഷെല്ലിൽ 1 കൊടുത്തു. അപ്പൊ എത്ര? 2 1 3 ഏത്? ഈ പറഞ്ഞ എല്ലിനകത്ത് 3 കേക്കകത്ത് 2 മൊത്തം 2 3 5. ഇങ്ങനെയാണ് ഇലക്ട്രോൺ വിന്യാസം എഴുതുക. അപ്പൊ മുകളിലാണ് ഈ പറഞ്ഞ സബ്ഷെല്ലിന്റെ മുകളിലാണ് ഇലക്ട്രോണിന്റെ എണ്ണം നമ്മൾ എഴുതാറ്. അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായി. അപ്പൊ ഇങ്ങനെയാണ് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നതാണ് അതിന്റെ ഒരു തുടക്കം. ഓക്കെ, നമുക്ക് ബാക്കി നോക്കാം. അതിന് ഓരോ സബ്ഷെൽ എഴുതുമ്പോൾ ആദ്യം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് സബ്ഷെല്ല് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, ഓരോ സബ്ഷെല്ലിന്റെ എണ്ണം തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൈഡിൽ എഴുതിക്കണം സബ്ഷെല്ലുകൾ ഏതൊക്കെയാണ് എഴുതിക്കണം. അപ്പൊ കേക്കകത്ത് 1s ഉള്ളത് നമ്മൾ ആദ്യം പഠിക്കുന്ന സമയത്ത് തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം സൈഡിൽ എഴുതി വെക്കുന്നത് നല്ലതാണ്. അപ്പൊ നമുക്ക് തെറ്റില്ല. നിങ്ങൾ പരീക്ഷയ്ക്കായാലും ഇങ്ങനെ ഓരോന്നിലും ഒന്നാമത്തേലും 1 സബ്ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല് 2 സബ്ഷെല്ല്, മൂന്നാമത്തേലും 3 സബ്ഷെല്ല്, നാലാമത്തേലും 4 സബ്ഷെല്ല്, ഇങ്ങനെ എഴുതി വെക്കുന്നത് ഒരു സൈഡ് പേപ്പറിന്റെ സൈഡിൽ നിങ്ങൾ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നതിനേക്കാളും മുമ്പ് സൈഡിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അത് തെറ്റാതെ നമുക്ക് പഠിക്കാൻ പറ്റും. ഒരു സബ്ഷെല്ല് പോലും വിട്ടു പോവില്ല. അപ്പൊ ഇത് തുടക്കത്തിൽ ചെയ്യാം, പിന്നെ നിങ്ങൾ തന്നെ പഠിക്കും. പിന്നെ നമുക്ക് എഴുതി വെക്കേണ്ട ആവശ്യം വരില്ല. അപ്പൊ ആദ്യം എഴുതി തുടങ്ങുന്ന സമയത്ത് ഇത് തെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സബ്ഷെല്ലുകൾ ഏതൊക്കെയാണെന്ന് എഴുതി വെക്കാം. ഇനി നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം? ഇലക്ട്രോൺ വിന്യാസം എഴുതാം. അപ്പൊ 5ാമത്തെ വരെ ബോറോണിന്റെ വരെ നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതി. അടുത്തത് ഞാൻ എഴുതാൻ പോകുന്നത് കാർബണിന്റെ അറ്റോമിക് നമ്പർ 6. അതിനർത്ഥം എന്താ? കാർബണിനകത്ത് 6 ഇലക്ട്രോൺ ഉണ്ട്. 6 ഇലക്ട്രോൺ കാർബണിനകത്തുണ്ടെങ്കിൽ അതിന്റെ മെയിൻ ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എങ്ങനെ എഴുതാറ്? 2,4.
കാർബണിന്റെ മെയിൻ ഷെൽ ഇലക്ട്രോൺ വിന്യാസം 2,4. അവിടെ എന്താ മനസ്സിലായ കാര്യം? ഈ പറഞ്ഞ ടോട്ടൽ 6 ഇലക്ട്രോണില് കെ എന്ന് പറയുന്ന മെയിൻ ഷെല്ലിനകത്ത് 2 ഉണ്ട്, എൽ എന്ന് പറഞ്ഞ മെയിൻ ഷെല്ലിനകത്ത് 4 ഉണ്ട്. 4 ഇലക്ട്രോൺ ഉണ്ട്. ഇനി സബ് ഷെല്ലിലേക്ക് വരുമ്പോൾ എന്താവും? സബ് ഷെല്ല് വരുമ്പോൾ എന്താ എഴുതാം? ആദ്യത്തെ സബ് ഷെല്ല് 1s. ആദ്യത്തെ സബ് ഷെല്ല് 1s. എസിന് എത്രണ്ണം കൊള്ളും? എസിൽ മാക്സിമം 2 എണ്ണം കൊള്ളും. അപ്പൊ എന്ത് എഴുതി? 1s2. രണ്ടാമത്തെ അപ്പൊ ഇതിൽ നടന്നു കേട്ടോ, ഇല്ലേ? രണ്ടാമത്തെ സബ് ഷെല്ലിലേക്ക് പോയി 2s. അപ്പൊ ഇതാണ് ഇതിന്റെ ഓർഡർ. 2sലേക്ക് വന്നു കഴിഞ്ഞാൽ 2s മാക്സിമം എത്ര എണ്ണം കൊള്ളും? 2 എണ്ണം. 2s2. 2s4 എഴുതാൻ പറ്റില്ല. ഇവിടെ 2 4 എന്ന് പറഞ്ഞിട്ട് 2s4 എഴുതാൻ പറ്റില്ല. എസിനകത്ത് 2 എണ്ണേ കൊള്ളൂ. അപ്പൊ ഈ എല്ലിനകത്തുള്ള 4നെ 2 സബ് ഷെല്ലായിട്ടാണ് പോവാ. എല്ലിനകത്തുള്ള 4 എന്ന് പറയുന്ന എണ്ണത്തെ ടോട്ടൽ ഇലക്ട്രോണിനെ എല്ലിനകത്തുള്ള 2 സബ് ഷെല്ലിലേക്ക് പാർട്ടീഷൻ ചെയ്ത് പോകും. അങ്ങനെ മനസ്സിലായോ? എൽ എന്ന് പറഞ്ഞ മെയിൻ ഷെല്ലിനകത്ത് 4 ഇലക്ട്രോൺ ടോട്ടൽ ഉണ്ട്. അത് ഇരിക്കുന്നത് എങ്ങനെയാണ്? എല്ലിനകത്തുള്ള എല്ലിനകത്തുള്ള 2 സബ് ഷെല്ലിലേക്കാണ് ഈ 2 ഇലക്ട്രോൺ വീതം പോവാ. അപ്പൊ 2s2 ഫുള്ള് നിറഞ്ഞു. അടുത്തത് ഏതാ? 2p ആണ്. അതിലും 2 എണ്ണം. അപ്പൊ 1 2 2 3 2 6. ഓക്കെ, ഇതാണ് കാർബണിന്റെ ഇലക്ട്രോൺ വിന്യാസം. 1s2 2s2 2p2. ഓക്കെ, അടുത്ത നോക്കാം നൈട്രജൻ. നൈട്രജന്റെ 7. നൈട്രജന്റെ എങ്ങനെ എഴുതുക? 2,5. 2,5. അപ്പൊ അത് സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം വരുമ്പോൾ എന്ത് എഴുതാം? 1s2 രണ്ടായി, 2s2 2p3. 1s2 2s2 2p3. എത്രയായി? മൊത്തം എത്രയായി? 2 2 4 4 3 7. നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ഇത് എഴുതണം എന്ന് നിർബന്ധമില്ല. ഞാൻ തുടക്കം ആയതുകൊണ്ട് ആദ്യം ഇതൊന്ന് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ അവിടെ തെറ്റാതെ എഴുതാൻ സാധിക്കും. അതുകൊണ്ട് പറഞ്ഞതാണ്. അടുത്തത് നൈട്രജൻ കഴിഞ്ഞാൽ ഓക്സിജൻ. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8. അപ്പൊ എന്ത് വരും? 2,6. 2,6 2 6 8. ഇതിന്റെ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത് എന്ത് വരും? 1s2 2s2 2p4. 1s2 2s2 2p4. 2 2 4 4 4 8. അടുത്തത് എഴുതാം ഫ്ലൂറിൻ. ഫ്ലൂറിൻ 9. നമ്മൾ എന്ത് എഴുതും? 2,7 2,7. ഇതിനെ സബ് ഷെല്ലിലേക്ക് ആക്കുമ്പോൾ എന്താ വരിക? ഇതേപോലെ തന്നെ ആദ്യത്തെ സബ് ഷെല്ല് 1s2, അതിൽ 2 എണ്ണം. രണ്ടാമത്തെ സബ് ഷെല്ല് 2s, അതിൽ 2 എണ്ണം. എസിൽ 2 എണ്ണം വരെ 2 എണ്ണം കൊള്ളും. അടുത്തത് 2p. ഇവിടെ 4 എണ്ണം കഴിഞ്ഞു. ബാക്കി എത്ര ഉണ്ട്? 5 എണ്ണം ഉണ്ട്. എന്നാലും 9 ആവുള്ളൂ. ടോട്ടൽ 9 ആവണം. നിങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ എഴുതിയ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം ശരിയാണെന്ന് അറിയാൻ എന്ത് ചെയ്യുക? ലാസ്റ്റ് ഈ പറഞ്ഞ നമ്പർ കൂട്ടി നോക്കുക. ഈ മുകളിൽ എഴുതുന്ന നമ്പറാണ് ഇലക്ട്രോണിന്റെ എണ്ണം. ഈ മുകളിൽ എഴുതുന്ന നമ്പർ കൂട്ടി നോക്കുക. കൂട്ടി നോക്കുമ്പോൾ നിങ്ങൾക്ക് അറ്റോമിക് നമ്പർ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ശരിയാണ്. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇവിടെ നോക്കുക അറ്റോമിക്. ഇവിടെ നോക്കുക 2 2 4 4 5 9. ഇവിടെ അറ്റോമിക് നമ്പർ 9. ഫ്ലൂറിൻ കഴിഞ്ഞാൽ നിയോൺ. നിയോണിന്റെ അറ്റോമിക് നമ്പർ 10. നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതും 2,8. അത് സബ് ഷെല്ലാക്കുമ്പോ എന്ത് വരും? ഒന്നാമത്തെ സബ് ഷെല്ല് 1s. ആ 1s ഒന്നാമത്തെ സബ് ഷെല്ലായ 1sല് 2 ഇലക്ട്രോൺ കൊള്ളും. രണ്ടാമത്തെ സബ് ഷെല്ല് ഏതാ? 2s. 2sല് 2 എണ്ണം കൊള്ളും. എസില് 2 എണ്ണമാണ് മാക്സിമം കൊള്ളുക. മൂന്നാമത്തെ 2p, അതില് 6. 2 2 4 4 6 10. ഇത്രയും കിട്ടിയോ? ഇവിടെ നോക്കുക 2,8. 2 മെയിൻ ഷെല്ലുകളുണ്ട്. ഇവിടെ നോക്കുക 2 രണ്ടാമത്തെ മെയിൻ. ഈ പറഞ്ഞ നമ്പർ ഇത് രണ്ടാമത്തെ മെയിൻ ഷെല്ലിനെയാണ്. എൽ എന്ന് പറഞ്ഞ മെയിൻ ഷെല്ലിനെയാണ് ഈ നമ്പർ സൂചിപ്പിക്കണേ. അപ്പൊ ശ്രദ്ധിക്കുക, 1 എന്ന് പറയുന്നത് കെനെയാണ് സൂചിപ്പിക്കുന്നത്. 2 എന്ന് പറയുന്നത് എൽ എന്ന് പറഞ്ഞ മെയിൻ ഷെല്ലിനെയാണ് സൂചിപ്പിക്കുന്നത്. എൽ. ഓക്കെ, ഈ മുകളിൽ എഴുതുന്ന നമ്പറാണ് ഇലക്ട്രോണിന്റെ എണ്ണം. ഇത്രയും കാര്യം ഓക്കെ. ശരി, അടുത്ത എലിമെന്റ് സോഡിയം. അറ്റോമിക് നമ്പർ 11. അതിനകത്ത് സോഡിയത്തിനകത്ത് 11 ടോട്ടൽ 11 ഇലക്ട്രോൺ ഉണ്ട്. നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ അറിയാം. 2,8. രണ്ടാമത്തെ മെയിൻ ഷെല്ലിൽ മാക്സിമം 8 ഇലക്ട്രോണേ കൊള്ളുള്ളൂ.
അപ്പോൾ ഇവിടെ 2 8 10 ആയി, ഒരെണ്ണം ബാക്കിയുണ്ട്. അത് മൂന്നാമത്തെ മെയിൻ ഷെല്ലിലേക്ക് പോകും. കെ എന്ന് പറഞ്ഞ ഷെല്ലിനകത്ത് 2 ഇലക്ട്രോൺ, എൽ എന്ന് പറഞ്ഞ മെയിൻ ഷെല്ലിനകത്ത് 8 ഇലക്ട്രോൺ, എമ്മിനകത്ത് 1 ഇലക്ട്രോൺ. ഇത് നമ്മൾ എന്ത് ചെയ്യണം? സബ് ഷെല്ലിലേക്ക് എഴുതണം. സബ് ഷെല്ലിലേക്ക് എഴുതുമ്പോൾ ഈ പറഞ്ഞ 2 8 1 എന്ന് പറഞ്ഞ 11 ഇലക്ട്രോണുകളെ സബ് ഷെല്ലിനകത്തേക്ക് എഴുതണം. അപ്പൊ ഒന്നാമത്തെ സബ് ഷെല്ലിൽ നമ്മൾ എടുത്തു, കെനകത്തുള്ള ഒന്നാമത്തെ സബ് ഷെല്ലിൽ എടുത്തു 1s. അതിനകത്ത് മൊത്തം 2 ഇലക്ട്രോൺ പരിപാടി കഴിഞ്ഞു. അടുത്തത് 8 ഇലക്ട്രോൺ എല്ലിനകത്തുണ്ട്. ആ എല്ലിനകത്തുള്ള സബ് ഷെല്ലിൽ രണ്ടാമത്തെ സബ് ഷെല്ലിൽ ഏതാ? 2s. അതിന് അകത്ത് 2 ഇലക്ട്രോൺ. മൂന്നാമത്തെ സബ് ഷെല്ലിൽ ഏതാ? 2p. 2pക്കകത്ത് 6 എണ്ണം. പിക്കകത്ത് മാക്സിമം 6 എണ്ണേ കൊള്ളുള്ളൂ. പക്ഷെ നമുക്ക് ഒരെണ്ണം കൂടി ബാക്കിയുണ്ട്. ഇപ്പൊ 8 ആയി. ഇവിടെ നോക്കാം, 2 2 4 4 6 10 ആയി. മൊത്തം എണ്ണം വേണം? 11 എണ്ണം വേണം. 1 ഇലക്ട്രോൺ ബാക്കിയുണ്ട്. ആ 1 ഇലക്ട്രോൺ എമ്മിലാണ് കിടക്കണേ. എം എന്ന് പറയുന്നത് അപ്പൊ അടുത്ത സെക്ഷനില് 2s ഉം 2p ഫില്ലായി, 1s ഫില്ലായി, 2s ഫില്ലായി, 2p ഫില്ലായി. പിക്ക് മാക്സിമം 6 ഇലക്ട്രോണെ കൊള്ളുള്ളൂ. അപ്പൊ പിയും ഫില്ലായി. അടുത്തത് 3s. നോക്കാം, എമ്മിനകത്ത്, എമ്മിനെ സൂചിപ്പിക്കുകയാണ് 3. എല്ലിനകത്ത് ഫുള്ള് നിറഞ്ഞു. എൽ എന്ന് പറഞ്ഞതിനകത്ത് 2 8 എണ്ണം നിറഞ്ഞു. ഇവിടെ നോക്കാം, 8 എണ്ണം നിറഞ്ഞു എല്ലിനകത്ത്. 2 2. ഇത് എല്ലിനെ സൂചിപ്പിക്കുകയാണ്. ആ എല്ല് കഴിഞ്ഞു. അടുത്തത് മെയിൻ ഷെല്ലായിട്ടുള്ള മൂന്നാമത്തെ മെയിൻ ഷെല്ലായിട്ടുള്ള എമ്മിനകത്താണ് ഒരെണ്ണം വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ അടുത്ത് എഴുതുമ്പോൾ ഏത് എഴുതണം? 3sനകത്ത് 1. അത് മനസ്സിലായി? 3sനകത്ത് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1s2 2s2 2p6 3s1. അപ്പൊ 1s ഫില്ലായി, 2s ഫില്ലായി, 2p ഫില്ലായി. പിന്നെ വരേതാ? 3s ആ. 3s മുഴുവൻ ഫില്ലായി കഴിഞ്ഞാൽ 3pക്ക് പോകും. അത് മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയാണ് ഇലക്ട്രോണിക് എഴുതുക. അപ്പൊ എന്ത് പഠിക്കണം? ഈ ഓർഡർ അറിഞ്ഞിരിക്കണം. കിട്ടിയോ? പറഞ്ഞ കാര്യം കിട്ടിയോ? അടുത്തത് സോഡിയം കഴിഞ്ഞാൽ മാഗ്നീഷ്യം 12. മാഗ്നീഷ്യം 12 അറ്റോമിക് നമ്പർ. മാഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 12. അപ്പൊ മാഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 12 എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ സാധാരണ ഇലക്ട്രോൺ വിന്യാസം എഴുതാറ്? സാധാരണ നോർമൽ ഇലക്ട്രോൺ വിന്യാസം 282. ഇതാണ് മെയിൻ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2,8,2. ഇത് നമ്മൾ സബ് ഷെല്ലിലേക്ക് എഴുതുമ്പോൾ എഴുതും 1s2 2s2 2p6. എത്രണ്ണായി മൊത്തം? 2 2 4 4 6 10. മൊത്തം എത്ര വേണം? 12. 12 ആണ് വേണ്ടത്. ഇവിടെ 10 ആയിട്ടുള്ളൂ. കിട്ടിയോ? 12 ആണ് വേണ്ടത്. ഇവിടെ 10 ആയിട്ടുള്ളൂ. അപ്പൊ ബാക്കി 2 എണ്ണം കൂടെ വേണം. ബാക്കി 2 എണ്ണം അപ്പൊ ഇവിടെ നോക്കുക, 1s ഫില്ലായി, 2s ഫില്ലായി, 2p ഫില്ലായി. ബാക്കിയുള്ള 2 എണ്ണം ഇതിലേക്ക് പോവും, 3sലേക്ക് പോവും. ആ 2 എണ്ണം ഇതിലേക്ക് വരും, 3s2. ഇവിടെ നോക്കുക, ഇവിടെ 3s1 ഉണ്ടായിരുന്നു. ഒരെണ്ണം കൂടെ ഇത് 11 ആയിരുന്നു. ഇത് 12 തന്നെ നോക്കിയേ. 2 2 4 6 10 12 3s2. ഇത്രയൊക്കെ ആയോ? അടുത്തത് അലുമിനിയം 13 2 8 3 എന്ത് വരും? 1s2 2s2 2p6 3s3 എഴുതാൻ പറ്റുമോ? ഇവിടെ നമുക്ക് 13 എണ്ണം വേണം. ഇവിടെ നമുക്ക് 3s3 എഴുതാൻ പറ്റില്ല. കാരണം എന്താ? എസ്സിലാകെ 2 എണ്ണം അറിയുള്ളൂ. അപ്പൊ എന്ത് എഴുതാം? 3s2. അടുത്തത് ആ ബാക്കി ഒരെണ്ണം കൂടി ഉണ്ട്. എസ്സിൽ മാക്സിമം 2 എണ്ണം കൂടുതൽ. ഇവിടെ 3 ഇലക്ട്രോൺ ഉണ്ട്. 2 എണ്ണം കൂടി എഴുതണം. 2 എണ്ണം എഴുതി. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. അത് ഏതിലേക്ക് പോവും? 3p1. ഓക്കെ. അപ്പൊ മൊത്തം എത്രയായി? 2 2 4 4 6 10 10 2 12 13. അപ്പൊ അലുമിനിയത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതി. 1s2 2s2 2p6 3s2 3p1. ഇവിടെ ശ്രദ്ധിക്കുക, ഇതാണ് ഇത്രയും ഇങ്ങനെ എഴുതുന്നതാണ് നിങ്ങൾ 9ാം ക്ലാസ് വരെ പഠിച്ചത്. 10ാം ക്ലാസ്സിൽ നിങ്ങളോട് പരീക്ഷയ്ക്ക് ഒരു കാരണവശാലും ഈ മെയിൻ ഷെൽ ചോദിക്കില്ല. 10ാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസമാണ്. അപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് ഇത് എഴുതേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് തുടക്കക്കാരെന്ന നിലയിൽ ഈ പറഞ്ഞ മെയിൻ ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതിയത്. പറഞ്ഞു മനസ്സിലായോ? മെയിൻ ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതിയത് ഒരു ആറ്റത്തിനകത്തുള്ള ടോട്ടൽ ഇലക്ട്രോണുകൾ മെയിൻ ഷെല്ലിൽ എത്രത്തോളം ഇങ്ങനെ എഴുതുന്നതാണ് മെയിൻ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അത് 9ാം ക്ലാസ് വരെ ഉള്ളൂ. അത് കഴിഞ്ഞു. 10ാം ക്ലാസ്സിൽ നിങ്ങളോട് ഇത് ചോദിക്കില്ല. 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് എഴുതാനുള്ളത് സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസമാണ്. പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ. അപ്പോൾ നമ്മളിവിടെ അലുമിനിയത്തിന്റെ വരെ അറ്റോമിക് നമ്പർ 13 ആയ അലുമിനിയത്തിന്റെ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം വരെ എഴുതി.
ബാക്കിയുള്ളത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. 14, 15, 16 സൾഫർ, ഫോസ്ഫറസ്, ക്ലോറിൻ തുടങ്ങിയ 17 വരെ, അതുപോലെ തന്നെ 18 ആർഗൺ വരെ ഒന്ന് എഴുതി നോക്കുക. അങ്ങനെ എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് ആർഗൺ ഞാൻ എഴുതി കാണിച്ചു തരാം. 18ാമത്തെ ആർഗൺ 18ാമത് നമ്മൾ എങ്ങനെ എഴുതാറുണ്ട്? 2,8,8 മെയിൻ ഷെൽ ഇലക്ട്രോൺ വിന്യാസം ആണ് 2,8,8. അതിന്റെ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്ത് വരും? 1s2 2s2 2p6 3s2 3p6 1s2 2s2 2p6 3s2 3p6. പിയിലെ മാക്സിമം 6 വരെ കൊണ്ടുപോകും. അപ്പൊ ഇവിടെ വരും നോക്കൂ, 2 2 4 6 6. അപ്പൊ 4 6 10 12 12 6 18 ആർഗൺ വരെ ഫില്ലായി. ഇത്രയും കാര്യം നമ്മൾ എഴുതി, ഈ ഓർഡറിൽ എഴുതി. ഇത്രയും കാര്യമൊക്കെ എഴുതിയായിരിക്കണം. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള 3 നിങ്ങളുടെ വീട്ടിൽ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. എങ്ങനെ എഴുതുന്നത് കാണിച്ചു തരാം. അപ്പൊ ആർഗൺ വരെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം അടുത്തത് നമ്മൾ പുതിയൊരു കാര്യത്തിലേക്ക് പോവാണ്. ആർഗൺ കഴിഞ്ഞാൽ പൊട്ടാസ്യം, അറ്റോമിക് നമ്പർ 19 പൊട്ടാസ്യം. ഈ പൊട്ടാസ്യത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതാം? നിങ്ങൾ സാധാരണ എഴുതി നോക്കുക. 2 8 8 1. ഇതാണ് നമ്മൾ നോർമലി മെയിൻ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2881. ഇവിടെ നോക്കുക, നമ്മൾ ഇത് K എന്ന് പറഞ്ഞ മെയിൻ ഷെല്ലാണ്, ഇത് L എന്ന് പറഞ്ഞ മെയിൻ ഷെല്ലാണ്, ഇത് M എന്ന് പറഞ്ഞ മെയിൻ ഷെല്ലാണ്. ഇത് 4ാമത്തെ മെയിൻ ഷെല്ലായിട്ടുള്ള Nലേക്ക് പോയി. സത്യത്തിൽ ഇവിടെ നോക്കൂ, M എന്ന് പറഞ്ഞ മെയിൻ ഷെല്ലിൽ 8 ഇലക്ട്രോൺ 9 ഇലക്ട്രോൺ ഒക്കെ കൊള്ളും. എമ്മില് 9 ഇലക്ട്രോൺ ഒക്കെ കൊള്ളും, അതിൽ കൂടുതൽ കൊള്ളും. പക്ഷെ ഇവിടെ 8 എണ്ണം നിറഞ്ഞിട്ട് 1 ഇലക്ട്രോൺ അപ്പുറത്തേക്ക് പോയി. അത് മനസ്സിലായോ? കെയില് 2 ഇലക്ട്രോണേ മാക്സിമം കൊള്ളുള്ളൂ, എല്ലില് 8 ഇലക്ട്രോണേ മാക്സിമം കൊള്ളുള്ളൂ, എമ്മില് മാക്സിമം 18 ഇലക്ട്രോൺ കൊള്ളുമെങ്കിലും ഇവിടെ നമ്മൾ മെയിൻ ഷെൽ കഴിഞ്ഞ 9ാം ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇവിടെ എമ്മില് മാക്സിമം 18 ഇലക്ട്രോൺ കൊള്ളും. എമ്മില് മാക്സിമം 18 ഇലക്ട്രോൺ കൊണ്ടിട്ടും പക്ഷെ നമ്മളിവിടെ 8 ഇലക്ട്രോണിൽ നിർത്തിയിട്ട് ബാക്കി 1 ഇലക്ട്രോണിനെ 2 8 9 എന്ന് എഴുതാതെ, ഇത് തെറ്റാണ്, 2 8 9 എന്ന് എഴുതാതെ 2 8 2 8 8 1 എഴുതി. ഈ 9 എന്ന് എഴുതുന്നത് പകരം 1 ഇലക്ട്രോൺ Nലേക്ക് കൊടുത്തു. എന്തുകൊണ്ട്? 9ാം ക്ലാസ്സിൽ നിങ്ങൾ പലപ്പോഴും ഉണ്ടായ സംശയമായിരിക്കും. അതിനുള്ള നിവാരണം നമ്മൾ ഈ 10ാം ക്ലാസ്സിൽ നടത്തും. അപ്പൊ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നതാണ് നമ്മൾ ഇനി തുടർന്ന് പഠിക്കുന്നത്. അപ്പൊ ഇതിന്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എഴുതി വരുമ്പോ 1s2 2s2 2p6 ഇതേ ഓർഡർ വരുന്നു. 3s2 3p6 മൊത്തം എണ്ണമായി 18 എണ്ണമായി. ഇത് 19 ആണ് കേട്ടോ. മൊത്തം എണ്ണിയോട് 2 2 4 4 6 10 10 2 12 6 18. ഇനി ഒരെണ്ണം അവിടെ ഉണ്ട്. ആ ഒരെണ്ണം ഇവിടെ നോക്കി ഓർഡർ നോക്കി കഴിഞ്ഞാൽ 1s ഫില്ലായി, 2s ഫില്ലായി, 2p ഫില്ലായി, 3s ഫില്ലായി, 3p ഫില്ലായി. 3p ഫില്ലായി കഴിഞ്ഞാൽ അടുത്ത സബ്ഷെൽ ഏതാണ്? ഓർഡർ അനുസരിച്ച് അടുത്ത സബ്ഷെല് 3d ആണ്. അപ്പൊ നമ്മളിവിടെ 3d 1 എന്നാണ് സാധാരണ എഴുതുക. പക്ഷെ ഇത് തെറ്റാണ്, 3d 1 എന്ന് എഴുതില്ല. ഇതിന്റെ ഇലക്ട്രോൺ വിന്യാസം ഇങ്ങനെയല്ല. അതിന് വേറൊരു നിയമമാണ് നിങ്ങൾക്ക് ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ പൊട്ടാസ്യം മുതൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ മാറ്റം വരികയാണ്. ഈ പറഞ്ഞ ആർഗൺ വരെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഓർഡർ പാലിച്ചു വന്നു. ആദ്യത്തെ 1s ഫിൽ ചെയ്തു, പിന്നെ നമ്മൾ 2s ഫിൽ ചെയ്തു, പിന്നെ 2p ഫിൽ ചെയ്തു, 3s ഫിൽ ചെയ്തു, 3p ഫിൽ ചെയ്തു. അതുവരെ നമ്മൾ ഓർഡർ പാലിച്ചു വന്നു. അങ്ങനെ മൊത്തം 18ാമത്തെ ആർഗൺ വരെയുള്ള ഇലക്ട്രോൺ വിന്യാസം എഴുതി. പക്ഷെ 19ാമത്തെ കാൽസ്യത്തിൽ കടന്നപ്പോൾ ഇത് നിങ്ങൾ കഴിഞ്ഞ പോലെ പൊട്ടാസ്യത്തിലേക്ക് കടന്നപ്പോൾ കഴിഞ്ഞ പോലെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 2881 എന്നെഴുതി. ഈ എമ്മില് 18 എണ്ണം മാക്സിമം കൊള്ളും എന്നാലും ഈ 2 8 9 എന്ന് എഴുതിയില്ല, 2 8 8 1 എന്ന് എഴുതി. എന്തുകൊണ്ട് എഴുതി? ഇവിടെ ഇതിൽ ഇതേപോലെ എഴുതുകയാണെങ്കിൽ 3d 1 എന്ന് എഴുതില്ല. ഇവിടെ നമ്മൾ എഴുതുന്നത് ശരിക്കുള്ള ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 3s2 3p6 4s1 എന്നാണ് എഴുതുക. 3d ഇപ്പൊ നമ്മൾ എഴുതില്ല. എന്തുകൊണ്ട് എന്നതും അതെന്തുകൊണ്ടാണെന്നുള്ളതും അതൊരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിങ്ങനെ വന്നത്. അതെന്താന്നുള്ളതും ഈ പറഞ്ഞ കൺഫ്യൂഷന്റെ തുടർച്ച, ഇതിനുള്ള ഉത്തരം നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.